നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താണത്ത് പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സയൻസ് ബാച്ച് സ്റ്റാഫ് ഫിക്സേഷൻ NCC യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങല്ലൂർ ലൈഫ് മൈൻഡ് സ്റ്റുഡിയോയുടെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ അവബോധം നൽകുന്ന ഫ്ലാഷ് മോബ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കുരിശ് പിഴുതുമാറ്റി. വനംവകുപ്പിന്റെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. സംഘർഷാവസ്ഥയും ഉണ്ടായി. ക്രൈസ്തവ വിശ്വാസികൾ വലിയ ആഴ്ചയിലേക്ക് കടക്കുന്നു. ഇന്ന് കോഴിക്കോട്ട് ശനി ആചരിച്ചു. വാർത്തകൾ വിശദമായി. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താണത്ത് പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 21 തിങ്കളാഴ്ച രാവിലെ 7-ന് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റ് നിർവഹിക്കും. 23-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5-ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ഭക്തി നിർഭരമായി ആഘോഷിക്കും. ഏപ്രിൽ 11-ന് തിരുനാളിനൊരുക്കമായുള്ള വിശുദ്ധ കുർബാനയും നൊവേനയും ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 10-ന് വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താണത്ത് പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനമായി അതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ രൂപതയുടെ 2 മേലധ്യക്ഷന്മാര് ഇപ്പോഴത്തെ അഭിവന്യ പിതാവുമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ 23-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ള ദിവ്യബലി അർപ്പിക്കും. അതുപോലെ തന്നെ മാർ ജോർജ് പുന്നക്കോട്ടിൽ മുൻ മേലധ്യക്ഷൻ 21-ാം തീയതി കൊടിയേറ്റം, അതിനുശേഷം ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകും. അനേകം വൈദികര് പല രൂപതകളിൽ നിന്നായി ദിവ്യബലി അർപ്പിക്കാനും സന്ദേശം നൽകാനും ഒക്കെ ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്. 21, 22, 23, 24 തീയതികളിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള തിരുനാളുകൾ. 21-ന് തിങ്കളാഴ്ച രാവിലെ 7-ന് കോതമംഗല രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റി വിശുദ്ധ കുർബാനയർപ്പിച്ച് തിരുനാളിന് തുടക്കം കുറിക്കും. അന്നേ ദിവസം 10 മണിക്കും ഉച്ചകഴിഞ്ഞ് 2:30-നും വൈകുന്നേരം 7-നും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. 22-ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സുറിയാനി കുർബാന, സന്ദേശം, നൊവേന. ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത്, ബിഷപ്പ് ഹൌസ്, കോതമംഗലം. 2:30-ന് വിശുദ്ധ കുർബാന, നൊവേന. ഫാദർ ജിൻസ് പുളിക്കൽ, വികാരി, അരിക്കുഴ. വൈകിട്ട് 4:30-ന് പഴുക്കാക്കുളം കുരിശുപള്ളിയിൽ ഫാദർ ജോസഫ് കൂനാനിക്കൽ, വടവാതൂർ സെമിനാരി വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ജോർജ് മാറാപ്പിള്ളിൽ, വികാരി, ചാലാശ്ശേരി സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് മുതലക്കോടം പള്ളിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 23-ന് ബുധനാഴ്ച രാവിലെ 9-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ ജോസ് വടക്കേടത്ത്, അസിസ്റ്റന്റ് വികാരി, വണ്ണപ്പുറം. 10:30-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. മോൺസിഞ്ഞർ വിൻസെന്റ് നെടുങ്ങാട്ട്, വികാരി ജനറൽ, കോതമംഗലം രൂപത. 2:30-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ ബിബിൻ പുത്തൂർ, വികാരി, താന്നിക്കണ്ടം. വൈകിട്ട് 5 മണിക്ക് കോതമംഗല രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യും. പള്ളി ചുറ്റി സെമിത്തേരി റോഡിലൂടെ ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിനമായ 24-ന് വ്യാഴാഴ്ച രാവിലെ 7:30-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ, വൈസ് പ്രിൻസിപ്പൽ, ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ. 9-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ ജോസ് കുളത്തൂർ, ചാൻസലർ, കോതമംഗല രൂപത. രാവിലെ 10:30-ന് ഫാദർ ആന്റണി വെണ്ണായപ്പിള്ളിൽ, വികാരി, കിഴതാടിയൂർ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ഡയസ് ആന്റണി, വലിയ മരത്തുങ്കൽ, വികാരി, അരിപ്പാലം സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് 12:30-ന് ഭജന മണ്ഡപം ചുറ്റി സെമിത്തേരിയുടെ പിൻഭാഗം വഴി പള്ളിയിലേക്ക് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2:30-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ KCYM. വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ അഗസ്റ്റിൻ നിരപ്പേൽ, വൈസ് ചാൻസലർ, കോതമംഗല രൂപത.
25 വെള്ളിയാഴ്ച മുതൽ 30 തീയതി ബുധനാഴ്ച വരെ വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനയും പള്ളിയിലുണ്ടായിരിക്കും. മെയ് 1 വ്യാഴാഴ്ച 8-ാം ഇടം ആഘോഷിക്കും. രാവിലെ 6, 7:30 എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 9 വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന. ഫാദർ കുര്യൻ കുരിക്കാട്ടിൽ, അസിസ്റ്റന്റ് വികാരി കലൂർക്കാട്. 10:30 ഫാദർ സിൽജോ ആവണിക്കുന്നേൽ, വികാരി കാനംവയൽ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കും. ഫാദർ ജോസഫ് ആലഞ്ചേരി, വൈസ് പ്രിൻസിപ്പൽ മാർ ആഗസ്തീനോസ് കോളേജ് രാമപുരം സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, സഹവികാരിമാരായ ഫാദർ സിറിയക് മഞ്ഞക്കടമ്പിൽ, ഫാദർ വർഗീസ് കണ്ണാടൻ, ഫാദർ ആൽബിൻ കരിമാക്കിൽ VC, കൈക്കാരന്മാരായ സാന്റോ പോൾ ചെമ്പരത്തി, പോൾ വർഗീസ് മച്ചുകുഴി, ജോജോ ജോസഫ് പാറത്തലയ്ക്കൽ, KP മാത്യു കൊച്ചുപറമ്പിൽ, ജനറൽ കൺവീനർ ജോയി കല്ലിങ്കക്കുടിയിൽ, പബ്ലിസിറ്റി കൺവീനർ സെബാസ്റ്റ്യൻ കട്ടപ്പുറം, ഫുഡ് കൺവീനർ തോമസ് ഊട്ടി വർഗീസ് വടക്കേപ്പറമ്പിൽ, ഡെക്കറേഷൻ കൺവീനർ ബോണി മാത്യു ഞാളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സയൻസ് ബാത്ത്, സ്റ്റാഫ് ഫിക്സേഷൻ, NCC യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ജൂബിലി സ്മാരക ദീപം തെളിയിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ തന്നെ ഏറെ മികവ് പുലർത്തുന്ന മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഗ്രാമത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മിനി കോളേജ് വന്നതെന്ന്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് തുടങ്ങുമ്പോൾ അന്ന് പ്രീ ഡിഗ്രി മാത്രമായിരുന്നു. പിന്നീട് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പം നമ്മുടെ സർവകലാശാലയിൽ തന്നെ ഏറ്റവും നല്ല അറിയപ്പെടുന്നൊരു കോളേജായി അക്കാഡമിക്കിൽ ഉയർന്നു വരാൻ സാധിച്ചൊരു സ്ഥാപനമായിട്ട് മാറി. ഇപ്പം മരിയാപുരത്തൊരു മിനി കോളേജാണ് ഈ നാടിൻ്റെ വളർച്ചയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനത്തെ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഞാൻ അശ്ലീലമായി സംസാരിക്കുന്നില്ല. ഒരു സന്തോഷമാണല്ലോ ജൂബിലി പങ്കുചേരുക. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച് ജൂബിലി സ്മാരക ദീപം തെളിയിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വികാരി ജനറൽമാരായ ഫാദർ എബ്രഹാം പുറയാറ്റ്, ഫാദർ ജോസ് കരിവേലിക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ്, സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെങ്ങല്ലൂർ ലൈഫ് മൈൻഡ് സ്റ്റുഡിയോയുടെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ അവബോധം നൽകുന്ന ഫ്ലാഷ് മോബ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈഫ് കോച്ചുമായ ഡോക്ടർ നിജ ബെന്നി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും മാനസിക ആരോഗ്യവും മാനസിക രോഗവും രണ്ടാണെന്ന ഉൾക്കാഴ്ച നൽകുകയുമായിരുന്നു ഫ്ലാഷ് മോബിന്റെ ലക്ഷ്യം. ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ വലിയ ആളുകളെയും ഒക്കെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ അത് നേരിടുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു ഒരുക്കമോ തയ്യാറെടുപ്പോ ഒന്നും പലരിലും കാണുന്നില്ല. അത് തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. കാരണം ചെറുതും വലുതുമായ വിഷയങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ അതിൽ നിന്നും പിന്നോക്കം പോവുകയും അത് ജീവിത സാഹചര്യത്തിൽ നിന്ന് തന്നെ വിട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന പല രീതികളും നമ്മൾ കാണുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ഒരു വിഷയത്തെ ഫേസ് ചെയ്യാനോ ഉള്ള മാനസികമായൊരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അതിനുള്ളൊരു പക്വതയോ അല്ലെങ്കിൽ ഒരു പാകതയോ ഒന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല.
തൊടുപുഴ നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കടന്നുപോകുവാൻ സ്ഥലം ഇല്ലെങ്കിലും ചില സ്വകാര്യ ബസ് ഡ്രൈവർമാർ നിയമം കാറ്റിൽ പറത്തി മറികടക്കാൻ ശ്രമിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് റൗണ്ടിൽ സ്വകാര്യ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയുണ്ടായി. റൗണ്ടിന് സമീപമുള്ള ഡിവൈഡർ ശ്രദ്ധിക്കാതെ ബസ് മുന്നോട്ട് എടുത്തതാണ് അപകട കാരണം. അപകടത്തിൽ കാറിന്റെ ഒരു വശത്ത് തകരാർ സംഭവിച്ചു. എന്നാൽ കുറ്റം കാർ ഡ്രൈവറുടെ മേൽ ആരോപിച്ച് സംഘടിതരായ സ്വകാര്യ ബസ് ജീവനക്കാർ കാർ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. തൊടുപുഴ നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. തിരക്കേറിയ നഗരവീഥികളിലൂടെ ഇതര വാഹനയാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹോൺ മുഴക്കുക, ഹെഡ്ലൈറ്റുകൾ തെളിയിക്കുക തുടങ്ങിയവ ഏതാനും സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ സ്ഥിരം കലാപരിപാടിയാണ്. പിന്നിൽ നിന്നുമുള്ള ബഹളവും ലൈറ്റും മൂലം ചില ചെറുവാഹന ഡ്രൈവർമാർ ആശങ്കയിലാവുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കടന്നുപോകുവാൻ സ്ഥലമില്ലെങ്കിലും ചില സ്വകാര്യ ബസ് ഡ്രൈവർമാർ നിയമം കാറ്റിൽ പറത്തി മറികടക്കാൻ ശ്രമിക്കുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് റൗണ്ടിൽ സ്വകാര്യ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയുണ്ടായി. റൗണ്ടിന് സമീപമുള്ള ഡിവൈഡർ ശ്രദ്ധിക്കാതെ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. കാറിന്റെ ഒരു വശത്ത് തകരാർ സംഭവിച്ചു. എന്നാൽ കുറ്റം കാർ ഡ്രൈവറുടെ മേൽ ആരോപിച്ച് സംഘടിതരായ സ്വകാര്യ ബസ് ജീവനക്കാർ കാർ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അപകടം സംഭവിച്ചിട്ടും പോലീസിൽ അറിയിക്കാതെ സ്വകാര്യ ബസ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങളിൽ പോലീസ് സംവിധാനം വേണ്ട നടപടിയെടുക്കാത്തതാണ് വീണ്ടും വീണ്ടും നിയമം ലംഘിക്കുവാൻ ചില സ്വകാര്യ ബസ് ഡ്രൈവർമാർ ധൈര്യപ്പെടുന്നത്. ട്രാഫിക് റൗണ്ടിൽ പാലിക്കേണ്ട മര്യാദകൾ ഇവരിൽ പലരും പാലിക്കാറില്ല. ട്രാഫിക് റൗണ്ടിന് സമീപം ഇടതുവശത്തുകൂടി സ്വകാര്യ ബസ്സുകൾ ഇതര വാഹനങ്ങളെ മറികടക്കുന്നത് പതിവ് കാഴ്ചയാണ്. തൊടുപുഴ നഗരത്തിലെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും നിയന്ത്രിക്കുവാൻ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എഴുകുമ്പൽ കുരിശുമലയിലേക്ക് 40-ാം വെള്ളി തീർത്ഥാടനം നടന്നു. കാൽവരി മലയിലേക്കുള്ള യേശുവിന്റെ പീഡാനുഭവ യാത്ര അനുസ്മരിച്ച് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ തീർത്ഥാടനത്തിൽ 10,000-ങ്ങളാണ് പങ്കുചേർന്നത്. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്ന് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടനം നടത്തിയത്. കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിലേക്ക് 40-ാം വെള്ളി തീർത്ഥാടനം നടന്നു. കാൽവരി മലയിലേക്കുള്ള യേശുവിന്റെ പീഡാനുഭവ യാത്ര അനുസ്മരിച്ച് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ തീർത്ഥാടനത്തിൽ 10,000-ങ്ങളാണ് പങ്കുചേർന്നത്. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്ന് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ആരംഭിച്ച കാൽനട തീർത്ഥാടനം ശനിയാഴ്ച രാവിലെയാണ് എഴുകുംവയൽ മലയടിവാരത്ത് എത്തിയത്. ഭാരമേറിയ മരക്കുരിശുമായാണ് യുവവൈദികർ തീർത്ഥാടന യാത്രയിൽ പങ്കുചേർന്നത്. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റിൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകിടിയിൽ, രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നാരുങ്ങാനം കുരിശുമലയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് പിഴുതുമാറ്റി. ജനവാസ കേന്ദ്രത്തിൽ വനം വകുപ്പ് ജണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള ഭാഗത്ത് പള്ളിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്തെ കുരിശാണ് എടുത്തുകൊണ്ടുപോയത്. നാരിങ്ങാനത്ത് അധികാരം സ്ഥാപിക്കാനുള്ള നീക്കമാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പിന്റെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. സംഘർഷാവസ്ഥയും ഉണ്ടായി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നാരുങ്ങാനത്തുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് കാളിയാർ റേഞ്ച് ഓഫീസിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ JCBയുടെ സഹായത്തോടെ പിഴുതുമാറ്റി. ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുമ്പിൽ തീർത്ത കുരിശായിരുന്നതിനാൽ സാധിച്ചില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു സംഭവം. ഈ സമയം ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ഏതാനും ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി. വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിക്കുന്നതറിഞ്ഞ് കാളിയാർ റേഞ്ച് ഓഫീസർ TK മനോജ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ചുമന്ന് കുരിശ് താഴെയിറക്കി വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. നീ കുരിശ് വലിക്കാൻ ആരാ പറഞ്ഞേ? കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? നീ കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? കുരിശ് വലിക്കരുത്, ചുമ്മാ താരം കുരിശ് വലിക്കരുത്. കുരിശ് വലിച്ചാൽ ഇവിടെ വിഷയമായ വളരെ പറയാലോ. ആരാ ഈ കാണിക്കുന്ന കോപ്രാഞ്ചാണോ കുരിശ്? കൊണ്ടുപോവാ
പള്ളിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്ഥലം. വനംവകുപ്പ് ജെണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള ജനവാസ പ്രദേശമാണ്. നല്ല വഴിയില്ലാത്തതിനാൽ ഇവിടേക്ക് കുരിശിന്റെ വഴിയും മലകയറ്റവും നടത്തിയിരുന്നില്ല. നെയ്ശ്ശേരി തോക്കുമ്പൻ റോഡ് പണിതതോടെ ഇവിടേക്ക് നല്ല വഴിയായി. ഇതിനെ തുടർന്ന് പള്ളിയുടെ സ്ഥലത്ത് കുരിശ് സ്ഥാപിച്ച് ഇതിന്റെ വെഞ്ചരിപ്പ് 40-ാം വെള്ളിയാഴ്ച നടത്തി. ദുഃഖ വെള്ളിയാഴ്ച കുരിശുമലകയറ്റവും കുരിശിന്റെ വഴിയും നടത്താനിരിക്കെയാണ് യാതൊരു മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെ കുരിശ് പിഴുതുമാറ്റിയത്. 65 വർഷമായി കുടിയേറ്റ ജനത താമസിക്കുന്നിടത്താണ് കുരിശുണ്ടായിരുന്നത്. ഇവിടെ 6 വർഷം ചെയ്യിപ്പിയിലായതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പട്ടയില്ലാതെ ഒരു കാരണവശാലും അവരൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. എല്ലാ ഇടത്തിലാണ്. ഈ വഴിക്ക് തന്നെ എത്ര പ്രാവശ്യം ആൾക്കാരെ പിടിക്കുന്നു എല്ലാം ചെയ്യും. ഇങ്ങനെ ആർക്കും നാട്ടുകാർക്ക് ഒരു വഴി ഉണ്ടാക്കണമല്ലോ. എന്തോരം വർഷങ്ങളായി ആൾക്കാർ നടക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഭീഷണിയാണ്, എപ്പോഴും ഭീഷണിയാണ്. വണ്ടിയുടെ കാക്കോല് വണ്ടി പിടിച്ചോണ്ട് പോകുക, ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയും പണിയിപ്പിക്കില്ല. രാവിലെ വന്ന് പോർച്ചുകാർ റേഞ്ച് ഓഫീസർ സഹിതം വന്ന് ഇവിടെ നിന്ന് എല്ലാവരും 3-4 പേര് കൂടി വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്ന് JCBയും ഒക്കെ ആയിട്ട് വന്ന് തല്ലിപ്പൊളിച്ച് വർക്കി എല്ലാം പരിക്കിടും. അപ്പോഴത്തേക്കും ഇവിടുന്ന് തടയാനായിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഒരു മനോജ് ഉണ്ടായിരുന്നു, ഒരു ജോമോൻ ഉണ്ടായിരുന്നു. 2 പേരെയും പോലീസുകാരും പോർച്ചുകാരോടെ കൂടി തത്തിച്ച് ഇതേ കല്ലിൻ്റെ ഇടയിലേക്ക് തള്ളി വിടുകയാണ്. അവർ പോയി ഒരാൾ മുഞ്ഞൂത്തി വീണില്ല, ഒരാൾ ഓടി ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഒരു കാര്യം സമാധാനം പറയുമോ? 40-ാം പള്ളിയിലൂടെ കുരിശ് സ്ഥാപിച്ചിരുന്നു ഈ തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ. ആ കുരിശ് വഴി ദുഃഖവള്ളിക്ക് ഇവിടെ ഇങ്ങോട്ട് കുരിശുമല കയറാനും ഇന്നലെ 250ഓളം ആളുകൾ വന്ന് കുരിശുമല വെഞ്ചരിച്ച കുരിശ് രാവിലെ അദ്ദേഹവും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വന്ന് പൊളിച്ചെടുത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് ഇത് പട്ടയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. 65 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും 65 വർഷം പഴക്കമുള്ള ഭൂമിയിലാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളുമൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഇതാണ് പറിച്ചിട്ടിരിക്കുന്നത്. നെയ്ശ്ശേരി തോക്കുമ്പസാട് റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി. അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പറപ്പുറത്തോ ഒന്നും അല്ല കൊണ്ട് കുരിശ് വെച്ചിരിക്കുന്നത്. തൊമ്മൻകുത്ത് പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ്. അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും. ആ ഭൂമിയിലാണ് രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളില്ലായിരുന്നു. അപ്പോഴേക്കും വന്നു അത് പെട്ടെന്ന് JCB ഉപയോഗിച്ച് പൊളിച്ചു. അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. തൊമ്മൻകുത്ത് ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലാതെ ഒരു വ്യക്തി കൊണ്ടേ കുരിശ് വെക്കുമെന്നല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ കുരിശ് അവിടെ ഇരിക്കേണ്ടതാണ്. ആ കുരിശ് അയാൾ കാണിച്ചിരിക്കുന്നത് വളരെ മോശമായ ഇടപാടാണ് ആ കളക്ടർ ഓഫീസർ കാണിച്ചിരിക്കുന്നത്. കാരണം വനത്തിനുള്ളിൽ അതിന് ഒരു കാലത്ത് ഒരു വർഷങ്ങൾക്ക് മുൻപ് ഉള്ളിലുണ്ടായിരുന്ന കുരിശുകൾ പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒന്നും അതെല്ലാം അവർ നിഷേധിച്ചു പോയി. ഇത് ജനങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ഇവിടെ പ്രാർത്ഥിക്കാനുമുള്ള അവകാശത്തെയാണ് അയാൾ ലംഘിച്ചിരിക്കുന്നത്. കുരിശിരിക്കുന്നിടം ഉൾപ്പെടെയുള്ള ഭാഗത്ത് താമസിക്കുന്നവർ പട്ടയത്തിന് അപേക്ഷ നൽകാതിരിക്കുന്നതിനിടെയാണ് ആരാധനാലയത്തിന്റെ കുരിശ് പിഴുതുമാറ്റാൻ വനംവകുപ്പ് പ്രകോപനം സൃഷ്ടിച്ച് കുരിശ് പിഴുതുകൊണ്ടുപോയത്. കാളിയ റേഞ്ച് ഓഫീസിന്റെ കീഴിലാണ് ഇവിടെ നിരന്തരമായി കർഷകരെയും ദ്രോഹിക്കുന്ന നടപടി വനംവകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുല്ല് ചെത്തിയാൽ പോലും കേസെടുക്കുന്ന അവസ്ഥയാണ്. നട്ടുപരിപാലിച്ചു വളർത്തിയ പ്ലാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പടി നൽകണം. പൈനാപ്പിൾ കൃഷിക്ക് മണ്ണിളക്കിയതിന്റെ പേരിൽ കർഷകനെ കേസിൽ കുടുക്കിയ സംഭവവുമുണ്ട്. തുടർ നടപടികൾ ആലോചിക്കാൻ ഞായറാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വികാരി ഫാദർ ജോർജ് ഐക്കരമറ്റം പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസികൾ വലിയ ആഴ്ചയിലേക്ക് കടക്കുന്നു. ക്രൈസ്തവർ ഇന്ന് കൊഴുക്കൊട്ട ശനി ആചരിച്ചു. കരികുന്നം പെട്ടേനാട്ട് ഷെല്ലിയുടെ വീട്ടിലെ കൊഴുക്കൊട്ട കാഴ്ചകളിലേക്ക്. ഹേയ് ഫ്രണ്ട്സ്, സോ നമ്മുടെ വലിയ നോമ്പ് ഏകദേശം അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കോഴിക്കോട്ട് ശനി ആചരിക്കുന്നുണ്ട്. സോ ഞങ്ങളും ചെറിയൊരു കോഴിക്കോട്ട് ശനി ആചരിച്ചു. സോ നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായി തന്നെ നമ്മൾ ശർക്കര ചീകിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം ചീകിയിട്ടും തീരുന്നില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പോയി അതിനെ ഇടിച്ച് ചതച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തിന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. അതൊന്നൊരു പതഞ്ഞ ഒരു പാകത്തുനിന്ന് വരെ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ശർക്കരയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടിയും കരടൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനെ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ശർക്കര, തേങ്ങ, പിന്നെ നമ്മൾ ജീരകവും ഏലക്കയും പൊടിച്ചെടുത്തത്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ശർക്കര പാനീയത്തിലേക്ക് തേങ്ങ ഇടുകയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ജീരകവും ഏലക്കയും പൊടിച്ചതിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു തിക്ക് ഇതാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ മാവ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുക്കുക, 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓൾ സെറ്റ്. അടുത്തായിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കി വെക്കാം. എന്തോരാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ബോൾസായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഓരോ ബോൾസിലേക്കും ഫില്ല് ചെയ്ത് വെക്കുകയാണ്. എടുത്ത് വയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് കുഴിയതിന് ശേഷം അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഓരോ ബോൾസും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. സോ ഞാനും ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ കൂടി. ചാച്ച ഓരോ കോമഡി ഒക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പിന്നീട് ഇതാ നമ്മുടെ ക്യാമറമാൻ ചാടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ സച്ചുവും അടിപൊളിയായിട്ട് റോൾ ചെയ്തു. നമ്മുടെ റോൾഡ് കോഴിക്കട്ട റെഡി. ഇനി നമ്മൾ ഓരോന്നും എടുത്ത് നമ്മൾ സ്റ്റീമറിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇനിയൊരു 10 to 15 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കട്ട റെഡി. നല്ല ചൂട് കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫില്ലിങ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പൊട്ടിപ്പോയൊന്നും ചെയ്തില്ല. സോ എമ്മി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കോഴിക്കട്ട ശനി ആശംസകൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കരിമണ്ണൂർ നവജ്യോതി കലാസാംസ്കാരിക വേദിയുടെയും തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ തൈറോയിഡ്, രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ പരിശോധന തുടങ്ങിയ പരിശോധനകളും ജനറൽ മെഡിസിൻ വിഭാഗം, പൾമോണോളജി വിഭാഗം, ഓർത്തോപെഡിക്സ് വിഭാഗം, ന്യൂറോ മെഡിസിൻ വിഭാഗം, ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം എന്നീ ഡോക്ടർമാരുടെ സേവനവും ഉണ്ടായിരുന്നതായി നവജ്യോതി പ്രസിഡന്റ് ജോയി തോമസ്, സെക്രട്ടറി മാത്യു തോമസ് എന്നിവർ പറഞ്ഞു.
നവജ്യോതി കലാ സാംസ്കാരിക വേദിയുടെ 25 വർഷത്തിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായി സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ആയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. ഇതിനു മുമ്പ് വളരെയധികം പ്രോജക്ട്സ് വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ മേഖലയിലും സാമൂഹികമായ വേറെ മേഖലകളിലെല്ലാം നടത്താറുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ സിൽവർ ജൂബിലിയിലേക്ക് കിടക്കുകയാണ്. വലിയ പ്രോഗ്രാമോടുകൂടി അത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കലാസാംസ്കാരിക വേദിയുടെ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. കാഡ്സിന്റെ നേതൃത്വത്തിൽ വിഷുചന്ത പ്രവർത്തനം ആരംഭിച്ചു. വിഷുചന്തയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. കാഡ്സ് പ്രസിഡന്റ് KG ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM മത്തച്ചൻ, VP ജോർജ്, സജി മാത്യു, KM ജോസ്, VP സുകുമാരൻ, ആൻസി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഇനം പച്ചക്കറികളും നാടൻ വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാടൻ കുത്തരി, നാടൻ വെളിച്ചെണ്ണ, നാടൻ ശർക്കര, അച്ചാറുകൾ, വറവരി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കാഡ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷുചന്ത പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വിഷു ആഘോഷിക്കാൻ അതിനൊരു തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ, അതിൽ പങ്കുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. കാരണം കാഡ്സിലെ ഒരു നിത്യ സന്ദർശകനാണ് ഞാൻ മിക്കവാറും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നത് പതിവാണ്. സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, കാരണം ഇവിടെ വന്ന് കടകളിലൊക്കെ കയറി കഴിയുമ്പോൾ പ്രത്യേകമായ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നും. കാരണം നല്ല സാധനങ്ങളെ ഈ കാഡ്സിൽ ലഭ്യമാകൂ എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ട്. അത് വെജിറ്റബിൾ ആയാലും ഫിഷ് ആയാലും മീനായാലും എന്ന് വേണ്ട, ഇവിടെ കിട്ടുന്ന നമ്മുടെ ഉണ്ണിയപ്പം പോലും ഒക്കെ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും ഒരു താല്പര്യം തോന്നും. മാത്രമല്ല, കാർഷിക മേഖലയെ ഇത്രയധികം പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥാപനവും നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ സ്ഥാപനങ്ങൾ പലതുണ്ടെങ്കിലും ഇത്രമാത്രം അപ് ടു ഡേറ്റ് ആയിട്ട് കാർഷിക രംഗത്തെയും അല്ലെങ്കിൽ കാർഷിക മേഖലയെയും ഒക്കെ നോക്കിക്കാണുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആലക്കോട്, വെള്ളിയാമറ്റം, കുമാരമംഗലം പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കാഡ്സ് നാട്ടുചന്തകളുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് വിഭവങ്ങൾ സമാഹരിച്ചത്. കണിവെള്ളരി, ഏത്തക്കുല, ചെറുകുലകൾ, പടവലം, കുമ്പളം, വള്ളിപ്പയർ, തടപ്പയർ, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, മത്തങ്ങ മുതലായ വിവിധയിനം പച്ചക്കറികളും ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങ്, പൈനാപ്പിൾ തുടങ്ങിയ നാടൻ വിഭവങ്ങളുടെ വൻ ശേഖരവുമാണ് വിപണിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം നാടൻ മാമ്പഴങ്ങളും ചക്കയും ലഭ്യമാണ്. നാടൻ കുത്തരി, നാടൻ വെളിച്ചെണ്ണ, നാടൻ കോഴിമുട്ട, നാടൻ ശർക്കര, അച്ചാറുകൾ, വറപൊരി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകൾ വിഷു വിപണിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഡ്സ് പ്രസിഡന്റ് KG ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM മത്തച്ചൻ, VP ജോർജ്, സജി മാത്യു, KM ജോസ്, VP സുകുമാരൻ, ആൻസി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. PJJ ഫ്രൂട്ട്സിന്റെ പുതിയ സ്ഥാപനം PJJ മിനി മാർട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ മുല്ലയ്ക്കൽ ശാസ്താ ക്ഷേത്രത്തിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഏറ്റവും മികച്ച ഫ്രൂട്ട്സ് വിപണനം ചെയ്ത് തൊടുപുഴയുടെ മനസ്സിൽ ഇടം നേടിയ PJJയുടെ പുതിയ സ്ഥാപനം PJJ മിനി മാർട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ മുല്ലയ്ക്കൽ ശാസ്താ ക്ഷേത്രത്തിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, സ്റ്റേഷനറി, ബിരിയാണി ഐറ്റംസ് എന്നിവ ഇവിടെ നിന്നും ലഭ്യമാണ്. 10-ലധികം വൈവിധ്യമാർന്ന കരിമ്പിൻ ജ്യൂസുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന ജ്യൂസ് പോയിന്റും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു.
PJJയുടെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയ പിന്തുണ PJJ മിനി മാർട്ട്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനും നൽകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഫ്രൂട്ട്സ്, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, എസ്പെഷ്യലി ജ്യൂസ് പല വെറൈറ്റി ഓഫ് ജ്യൂസസ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സർവീസ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതായിരിക്കും. ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ, അതായത് റീസണബിൾ റേറ്റിൽ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഞങ്ങളുടെ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, ഞങ്ങൾ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഫ്രൂട്ട്സ് ആണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ പച്ചക്കറി ഒരു മിനി മാർട്ട് പോലെ ചെയ്യുന്നത്. എട്ടാം വർഷത്തിലും കുരുത്തോല പള്ളിയിലെത്തിച്ച മോഹനൻ. രാജാക്കാട് ഓണംപാറയിൽ മോഹനാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിക്ക് സ്വന്തം പുരയിടത്തിലെ കുരുത്തോല മുറിച്ചു നൽകി മാതൃകയായത്. പള്ളിയിൽ എത്തിച്ച കുരുത്തോലകൾ വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, കൈക്കാരൻ ബിനോയി കൂനമ്മക്കൽ, സജി പൂത്തുങ്കൽ, ഷൈൻ കോവൂർ, മനോജ് തട്ടാർകുന്നേൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഓശാന തിരുനാളിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കുരുത്തോലയിലൂടെ പങ്കുവെച്ച് ഹൈന്ദവ സഹോദരൻ. രാജാക്കാട് ഓണംപാറയിൽ മോഹനനാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിക്ക് സ്വന്തം പുരയിടത്തിലെ കുരുത്തോല മുറിച്ചു നൽകി മാതൃകയായത്. മോഹനൻ തന്റെ പുരയിടത്തിലുള്ള 18 തെങ്ങിന്റെ കുരുത്തോലകളാണ് പള്ളിക്ക് നൽകിയത്.
ടൗണിൽ മുനീന്ദ്ര ബാർബർ ഷോപ്പ് എന്ന സ്ഥാപനം നടത്തുന്ന മോഹനൻ കുറെ കാലമായി എല്ലാ വർഷവും അടുത്തുള്ള പള്ളികളായ രാജാക്കാട്, ജോസ്ഗിരി പള്ളികളിൽ കുരുത്തോലകൾ നൽകാറുണ്ട്. പള്ളിയിൽ എത്തിച്ച കുരുത്തോലകൾ വികാരി ഫാദർ മാത്യു കൊരോട്ട് കൊച്ചർക്കൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, കൈക്കാരൻ ബിനോയ് കൂനമാക്കൽ, പാരീഷ് കൗൺസിൽ സെക്രട്ടറി സജി പൂവത്തിങ്കൽ, ഷൈൻ കോവൂർ, മനോജ് തട്ടാർകുന്നൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഹൈറേഞ്ച് മേഖലയിൽ മണ്ടവീഴ്ച മൂലം തെങ്ങുകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് ഓശാന ഞായറാഴ്ചകളിൽ പള്ളികളിൽ കുരുത്തോല വിതരണം ചെയ്യുക ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇത് മനസ്സിലാക്കിയ മോഹനൻ രാജാക്കാട് പള്ളിയിൽ കുരുത്തോല എത്തിച്ചു നൽകാമെന്ന് പറയുകയും കൊഴുക്കട്ട ശനിയാഴ്ച രാവിലെ തന്നെ ഓല വെട്ടിച്ച് പള്ളിയിൽ എത്തിച്ച് കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ 7 വർഷമായി മോഹനൻ പള്ളിയിൽ ഓശാന ശുശ്രൂഷകൾക്കായി കുരുത്തോലകൾ നൽകാറുണ്ട്. ഏലം കൃഷിയുടെ കടന്നുവരവിനെ തുടർന്ന് ഇടവക ഉൾപ്പെടുന്ന മേഖലയിൽ തെങ്ങ് കൃഷി കുറവായതിനാൽ കുരുത്തോലയ്ക്ക് ക്ഷാമമുണ്ടെന്നറിയാവുന്ന മോഹനൻ ഈ വർഷവും കുരുത്തോല തരാൻ തയ്യാറാണെന്ന് പള്ളിയിൽ മുൻകൂട്ടി അറിയിക്കുകയും അത് വെട്ടി നൽകുകയും ചെയ്തു. തന്റെ പുരയിടത്തിലെ തെങ്ങിലുള്ളത് വെറും ഓലകളാണെന്നും അത് പള്ളിയിലെത്തി വെഞ്ചരിച്ച് നൽകുമ്പോൾ അത് വാങ്ങുന്നവർ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ച് ഓശാന തിരുനാളിൽ പ്രദർശനത്തിന് ഉപയോഗിക്കുകയും തുടർന്ന് വീട്ടിലെ പ്രാർത്ഥനാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മൂലം തനിക്ക് ഏറെ ദൈവാനുഗ്രഹമുണ്ടെന്ന് മോഹനൻ പറയുന്നു. ഈ വർഷം നമ്മൾ കുരുത്തോല പെരുന്നാളിനുള്ള ഓല 8ാമത്തെ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയത്, ഇത് പള്ളിയിൽ ചെന്ന് വെഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഓലയും കൊണ്ട് വരുമ്പോൾ പിന്നെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാമെന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാവുന്നത്. മതവിശ്വാസത്തിനപ്പുറം വിശാലമായ മനസ്സുള്ള മോഹനൻ ഉള്ളപ്പോൾ പള്ളികളിൽ കുരുത്തോലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് വൈദികർ പറയുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ശ്രീ മോഹനൻ ഓണംപാറയിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കുരുത്തോലകൾ ശേഖരിക്കുകയും അത് പള്ളിയിൽ എത്തിച്ച് തരികയും ചെയ്യാം. പതിവനുസരിച്ച് അദ്ദേഹം ഇക്കൊല്ലവും കുരുത്തോലകൾ എത്തിച്ചേരുകയും ഒട്ടനവധി ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള കുരുത്തോലകൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പള്ളിയിൽ സംഭരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. മനുഷ്യരെല്ലാവരും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും കരുതലിലും സ്നേഹത്തിലും ജീവിക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥായിയായിട്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു സജീവമായുള്ള ഭാഗമായിട്ടാണ് ശ്രീ മോഹനന്റെ ഭാഗത്തു നിന്നും ഈ 8ാം വർഷവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ശ്രീ മോഹനനെയും കുടുംബത്തെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും രക്ഷകനായ ഈശോ മിശിഹ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താണത്ത് പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സയൻസ് ബാച്ച് സ്റ്റാഫ് ഫിക്സേഷൻ NCC യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങല്ലൂർ ലൈഫ് മൈൻഡ് സ്റ്റുഡിയോയുടെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ അവബോധം നൽകുന്ന ഫ്ലാഷ് മോബ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കുരിശ് പിഴുതുമാറ്റി. വനംവകുപ്പിന്റെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. സംഘർഷാവസ്ഥയും ഉണ്ടായി. ക്രൈസ്തവ വിശ്വാസികൾ വലിയ ആഴ്ചയിലേക്ക് കടക്കുന്നു. ഇന്ന് കോഴിക്കോട്ട ശനി ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.